ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ തിരുവചനം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. 30-ാമത്തെ തിരുവചനം, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. എന്തിനാ അച്ഛൻ ഈ ഭാരത്തെക്കുറിച്ച് ഉച്ച സമയത്ത്, വിശന്നിരിക്കണ സമയത്ത് ഇങ്ങനെ പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? സ്നേഹമുള്ളവരെ, നമ്മളിപ്പോ ആരാധനക്രമത്തിലെ ഏലിയ സ്ലീവ മൂശ കാലത്തിലാണ്. ഈ ഏലിയ സ്ലീവ മൂശ കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആഘോഷിച്ചു വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാള്. വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാള്. കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭോഷത്വമാണ്. പക്ഷേ രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ശക്തിയാണ്. അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ലോകത്തിലെ ഈശോ വന്നിട്ട്, ഈ ലോകത്തിലെ ക്രിസ്തുവധം വന്നിട്ട് എന്ത് സംഭാവന കൊടുത്തേ? എന്ത് സംഭാവന കൊടുത്തേ? ഇപ്പൊ നമ്മളൊക്കെ യൂട്യൂബിലാ. ഇപ്പൊ ഞാൻ നോക്കുമ്പോ വീട്ടിലുള്ള അമ്മമാരും അമ്മാമ്മമാരും അപ്പാപ്പന്മാരും ഒക്കെ യൂട്യൂബിൽ ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. ഡാനിയൽ അച്ഛൻ്റെ കേൾക്കും, അത് കഴിഞ്ഞാൽ അണക്കരയിലത്തെ അച്ഛൻ്റെ കേൾക്കും, വാളമ്പനാൽ അച്ഛൻ്റെ കേൾക്കും, അത് കഴിഞ്ഞാൽ കൃപാസനത്തെ അച്ഛൻ്റെ കേൾക്കും, അത് കഴിഞ്ഞാൽ അട്ടപ്പാടിയിലെ അച്ഛൻ്റെ കേൾക്കും. ഇങ്ങനെ മാറി മാറി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ കേൾക്കണ്ടാവും. ക്രിസ്തുമതം ഈ ലോകത്തിലേക്ക് വന്നിട്ട് എന്ത് സംഭാവന കൊടുത്തേ? എന്താ സംഭാവന കൊടുത്തേക്കണേ? ഈ കുരിശാണ് സംഭാവന കൊടുത്തത്. ക്രിസ്തുവിന്റെ വരവിന് മുൻപ് ആളുകൾ പ്രാർത്ഥിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എന്നറിയോ? ദൈവമേ, ഞങ്ങളെ കുരിശിൽ നിന്നും രക്ഷിക്കണമേ എന്ന്. ഞങ്ങളെ കുരിശിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് ഈശോയുടെ വരവിന് മുൻപ് ആളുകള് പഴയ നിയമത്തിലെ നമ്മൾ കാണുന്നത്. കുരിശുണ്ടാവുമ്പോ അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുക. ഇപ്പൊ നമ്മൾ എന്താ പ്രാർത്ഥിക്കണേ? ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം നമ്മൾ എന്താ പ്രാർത്ഥിക്കണേ? ഈശോയുടെ കുരിശിലൂടെ ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. മുൻപ് പ്രാർത്ഥിച്ചത് കുരിശിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിക്കണേ എന്താ? കുരിശിലൂടെ ഞങ്ങളെ രക്ഷിക്കണമെന്നാണ്. അപ്പോ ഈ ക്രിസ്തുമതത്തിന് പറയാനുള്ളത്, ക്രിസ്തുമതത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ഈ കുരിശ് ലോകത്തിലേക്ക് വന്നപ്പോ ഈ കുരിശ് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റിമറിച്ചത് എന്നുള്ളതാണ്. ഇതാണ് ലോകത്തിന് സംഭാവനയായിട്ട് ക്രിസ്തുമതം കൊടുത്തിട്ടുള്ളത്. ഈശോ കുരിശിൽ മരിക്കുന്നത് വരെ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം എന്തായിരുന്നു? പഴയ നിയമത്തിൽ ദൈവത്തെ കുറിച്ച് നമ്മൾ എങ്ങനെയാ വായിക്കണേ? ശിക്ഷിക്കുന്ന ദൈവം, പ്രതികാരം ചെയ്യുന്ന ദൈവം, നശിപ്പിക്കുന്ന ദൈവം. ദൈവത്തിന്റെ പേര് പോലും പറയാൻ പേടിയാണ്. ഈശോയുടെ അവതാരത്തിന് ശേഷം, കുരിശിൽ ഈശോ മരിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാ ഈ കുരിശിനെ കാണുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ കാണുന്നത്? സ്നേഹിക്കുന്ന, കരുണയുള്ള, മക്കളെ പോലെ കരുതുന്ന, അപ്പാന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള അത്രേ. അതുകൊണ്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയില് ഞങ്ങളുടെ അപ്പാന്ന് പറഞ്ഞിട്ടല്ലേ വിളിക്കണേ. അതുവരെ പേര് വിളിക്കാൻ പേടിച്ചിരുന്ന ഒരു ദൈവത്തെ ഈശോയുടെ വരവിന് ശേഷം, ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം നമ്മൾ വിളിച്ചു തുടങ്ങി, അപ്പാന്ന് വിളിച്ചു തുടങ്ങി. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം മാറുക.
രണ്ടാമത്തെ, പാപത്തെ കുറിച്ച് പഴയ നിയമത്തിൽ എന്താ കാണണേ? പാപത്തെ കുറിച്ച് പാപം നീക്കം ചെയ്യാൻ എന്താ ചെയ്യാ? കല്ലെറിഞ്ഞ് കൊല്ല. പാപീനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പോ ആള് ചെയ്ത പാപം കഴിഞ്ഞു. നീ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ കണ്ണ് പാപം ചെയ്ത കളയുക, അപ്പോഴാണ് ആ പാപം പോണേ. കൈ വെട്ടിക്കളയ, അത്രേ ഉള്ളൂ. അതായിരുന്നു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന. അങ്ങനെ വെച്ചാൽ നമുക്കാർക്കും കണ്ണും കയ്യും കാലും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈശോ വന്നപ്പോ പറയാണ് പാപത്തിന് പരിഹാരമുണ്ട്. പരിഹാരം എന്തായിരുന്നു? ഈശോ കുരിശിൽ മരിച്ചിട്ട് നമ്മളോട് പറയാണ്, പാപം ചെയ്തവനെ, പാപിക്ക് ഈ ലോകത്ത് മാനസാന്തരപ്പെടാനുള്ള അവസരമുണ്ട്. നമ്മൾ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ട് വിശുദ്ധനായ അഗസ്തീനോസിനെ കുറിച്ച്. അഗസ്തീനോസ് മാനസാന്തരപ്പെടുന്നതിന് മുൻപ് പാപത്തിലെ തിന്മയിലെ ഒന്നാമനാവാൻ ആഗ്രഹിച്ചവനാണ്. മാനസാന്തരത്തിന് ശേഷം അഗസ്തീനോസ് ഈശോയുടെ ഏറ്റവും അടുത്ത് അനുകരിക്കുന്ന വ്യക്തിയായി തീരുന്നുണ്ട്. അപ്പോ പാപത്തെക്കുറിച്ച് മാറുകയാണ്, പാപത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറുകയാണ്. അതുവരെ പാപത്തെക്കുറിച്ചുണ്ടായിരുന്ന സങ്കല്പം ആ പാപം ചെയ്ത ആളെ കൊന്നുകളയാന്നുള്ളതായിരുന്നു. ഇപ്പൊ നമ്മൾ പാപിയാണെങ്കിലും, അതുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിലേക്കും ദേവാലയത്തിലേക്കും പോണേ. പാപം ചെയ്താലും നമുക്ക് പുണ്യവാനാകാനുള്ള ഒരവസരമുണ്ട്, മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരമുണ്ട്, അനുതപിക്കാനുള്ള ഒരു അവസരമുണ്ട്, വിശുദ്ധമായ കുമ്പസാരത്തിന് അണയാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള വലിയ ബോധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മള് ഈ ധ്യാനത്തിനും അതുപോലെ വിശുദ്ധ ബലിക്കും മറ്റു കാര്യങ്ങൾക്കും കുദാശകളൊക്കെ സ്വീകരിക്കാനായിട്ടാണ് ഇന്ന്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറി, പാപത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറി. ഇനി സഹനത്തെക്കുറിച്ച് എങ്ങനെയായിരുന്നു? പഴയ നിയമത്തിലെ സഹനത്തെക്കുറിച്ച് എങ്ങനെയായിരുന്നു? സഹനം ഉണ്ടായി കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ശാപമാണ്, മക്കളുണ്ടായില്ല. അല്ലെങ്കിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഒരു അന്ധനായവനെ. എന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, റബ്ബി, ഇവൻ അന്ധനായത് ആരുടെ പാപം കൊണ്ടാണ്? ഇവന്റെ പാപം കൊണ്ടാണോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഈ സഹനം എന്ന് പറയുന്നത് അത് ശാപമല്ല എന്ന് പറയാണ് പുതിയ നിയമത്തില്. ഈശോ കുരിശിൽ മരിച്ചിട്ട് പറയാണ് സഹനം അത് പാപമല്ല. ആ സുവിശേഷത്തിൽ നമ്മൾ കാണാണ്, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വം ഇവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ പ്രകടമാകുന്നതിന് വേണ്ടി ചിലപ്പോൾ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മൾ സഹനം കാണുമ്പോഴേക്കും ഓടണ്ട. സഹനം വരുമ്പോഴേക്കും നമുക്കുള്ള പ്രശ്നം നമ്മളത് എങ്ങനെയെങ്കിലും ഓടാൻ നോക്കും. പക്ഷെ നമ്മള് വിചാരിക്കേണ്ട കാര്യം, ഈ സഹനം ഉണ്ടെങ്കിലാണ് നമുക്ക് സമ്മാനം കിട്ടുള്ളൂ. ഈ സഹനമാണ് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽപ്പടി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഒരു സങ്കല്പമായിരുന്നു, സഹനം എന്ന് പറയുന്നത് ശാപമാണ്. മക്കളില്ലാതിരുന്നു കഴിഞ്ഞാൽ, രോഗം വന്നു കഴിഞ്ഞാൽ, മറ്റു ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ, സഹനം ഉണ്ടായി കഴിഞ്ഞാൽ അത് ശാപമായിട്ടാണ് കരുതിയിരുന്നത്. ഈശോ പറയാണ്, സഹനം അനുഗ്രഹത്തിലേക്ക് നയിക്കാനുള്ള വാതിൽപ്പടികളാണ്. സഹനം അനുഗ്രഹത്തിലേക്ക് നയിക്കാനുള്ള വാതിൽപ്പടികളാണ്. ഇപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം കഴിഞ്ഞു, മാറി. അതുപോലെ പാപത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറി, സഹനത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറി. ഇനി അടുത്തത് ശത്രുത കളയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ശത്രുവിനെ വേരോടെ പിഴിഞ്ഞു മാറ്റുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ എങ്ങനെയാ? റോമാക്കാർക്ക് എഴുതിയ 12-ാം ലേഖനം 12-ാം അധ്യായം ഇപ്രകാരം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 12-ാം അധ്യായത്തില്, പ്രതികാരം ദൈവത്തിന് വിട്ടേക്കുക, നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, അങ്ങനെ നീ അവന്റെ തലയിൽ തീക്കനൽ കൂട്ടിയിടുന്ന പറഞ്ഞ. തീക്കനല് നമ്മൾ ഉദ്ദേശിക്കുന്ന തീക്കനലല്ല കേട്ടാ, അനുതാപത്തിന്റെ തീക്കനലാണത്, അനുതാപത്തിന്റെ തീക്കനല്. അപ്പോ ഈ ശത്രുവിനെ വേരോടെ പിഴുതു മാറ്റുക എന്നുള്ള ചിന്ത എപ്പോഴും ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക അല്ല, മറിച്ച് ഈശോ പറയാണ്, പുതിയ നിയമത്തിൽ പറയാണ്, ലേഖന ഭാഗത്ത് നമ്മൾ കാണാണ്, എന്റെ ശത്രുവിന്. ഇപ്പൊ നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഇത്രയൊക്കെ ഞാൻ അവന് ചെയ്തിട്ടും ഇവൻ എനിക്ക് ഭക്ഷിക്കാൻ തരാനും കുടിക്കാൻ തരാനും. അങ്ങനെ അവന്റെ തലയിൽ അനുതാപം ഉണ്ടായിട്ട് തിരിച്ചു വരണം എന്നാണ് ഈശോ പറയണേ.
തലയില് അനുതാപം ഉണ്ടായി തിരിച്ചു വരണം. ഇനി അടുത്ത കാര്യം ക്ഷമ. പഴയ നിയമത്തിൽ ക്ഷമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് ഈശോ കുരിശിൽ കിടന്നിട്ട് പറയുന്ന കാര്യമുണ്ട്. എന്താ പറയണേ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റണ്ട, ബുദ്ധിമുട്ടാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. കാർന്നോമാര് പറയണ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യത്ര. ക്ഷമിക്കാൻ പറ്റിക്കഴിഞ്ഞാ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്ന. ഇംഗ്ലീഷിലൊരു ചൊല്ലാണോന്നറിയില്ല, എന്നാൽ കൂടെ നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മള് പേഷ്യൻസ് ആവില്ല. മനസ്സിലായില്ല? നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമ്മൾ രോഗികളാവില്ല. നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് രോഗം ഉണ്ടാവില്ല. നമുക്ക് രോഗം ഇല്ലാത്തതാണ് പ്രശ്നം. പഴയ നിയമത്തിലെ ഈ ക്ഷമിക്കാൻ പറ്റാതെ ശത്രുത എങ്ങനെ കുന്നുകൂട്ടി ഇങ്ങനെ വലിയ ഭാരമായിട്ട് നമ്മളത് കൊണ്ടു നടക്കും. പക്ഷെ ഈശോ പറയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വായിച്ച സുവിശേഷത്തിന് എനിക്ക് എന്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണെന്ന് പറഞ്ഞ്. സ്നേഹമുള്ളവരെ, അപ്പോ ക്ഷമിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ രോഗമൊക്കെ മാറും. നമ്മുടെ കുറെ രോഗങ്ങൾ മാറുന്നത് ഈ ക്ഷമിക്കാൻ പറ്റുമ്പോഴാണ്. ഇനി അടുത്തൊരു കാര്യം, അടുത്തൊരു തലത്തിലേക്ക് നോക്കുമ്പോ, അതുവരെ ഈ പഴയ നിയമത്തിലെ നമ്മൾ കാണുന്ന ഈ സാക്രിഫൈസ് എന്ന് പറയുന്നത് മൃഗങ്ങളൊക്കെ ആയിരുന്നു. പുതിയ നിയമത്തിലെ ഈശോയുടെ മരണത്തിന് ശേഷം ഈ വിട്ടുകൊടുക്കുന്നത്, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കുന്നത്, ചെറുതായി കൊടുക്കുന്നതൊക്കെ വലിയ കാര്യമായിട്ട് മാറി. അതുവരെ തട്ടിപ്പറിക്കുന്നതും വെട്ടിപ്പിടിക്കുന്നതുമാണ് വലിയ കാര്യമായിട്ട് ചിന്തിച്ചിരുന്നത്. ഈശോയുടെ വരവിന് ശേഷം, അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ നാമത്തില് നിന്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് കുടിക്കാൻ ഒരു പാത്രം വെള്ളം പോലും കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. സാക്രിഫൈസ് എന്ന് പറയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ചിലതൊക്കെ വ്യയം ചെയ്യാൻ പറ്റുക, മറ്റുള്ളവർക്ക് വേണ്ടി ചില സ്ഥാനങ്ങളൊക്കെ വേണ്ട നിൽക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയവും കഴിവും സമ്പത്തൊക്കെ മാറ്റിവെക്കുക, അത് വലിയ കാര്യമായിട്ട് കരുതി പോന്നു. അതുവരെ ഈ സാക്രിഫൈസ് എന്ന് പറയുന്നത് അതിങ്ങനെ വലിയ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തില്. പുതിയ നിയമത്തിലെ ഈശോയുടെ കുരിശുമരണത്തില് ഈശോ തന്നെ ബലിവസ്തുവായി തീർന്നുകൊണ്ട് പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതായി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. ഇതുവരെ നമ്മൾ എന്തൊക്കെ കണ്ടു? ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറി, പാപത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറി, സഹനത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറി. കർത്താവ്, അച്ഛൻ ഈ ഉച്ച സമയത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അത് പറഞ്ഞു, അത് പോരാണ്ട് വീണ്ടും അത് ഞങ്ങളോട് എടുത്തു ചോദിക്കുക. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് പറഞ്ഞോ കുഴപ്പമില്ല, എന്നിട്ട് അത് ഞങ്ങളോട് വീണ്ടും ചോദിക്കാൻ നിൽക്കുക. സ്നേഹമുള്ളവരെ, ചോദിക്കണത് ഒന്നുകൊണ്ടല്ല, നമുക്ക് ക്ഷീണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ തലയിൽ ഏതെങ്കിലും ഒരു ഭാഗം കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ നല്ല ബോധ്യങ്ങൾ ഉണ്ടാവും. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അതിൽ മാറ്റം വന്നു, കാഴ്ചപ്പാടിൽ മാറ്റം വന്നു, പാപത്തെക്കുറിച്ച് മാറ്റം വന്നു, സഹനത്തെക്കുറിച്ച് മാറ്റം വന്നു, ശത്രുവിനെ കുറിച്ച് മാറ്റം വന്നു, ക്ഷമയെക്കുറിച്ചുള്ള മാറ്റം വന്നു, സാക്രിഫൈസ്. ഇനി അവസാനമായിട്ടൊരു കാര്യം, ഈ കുരിശ് നമ്മളോട് പറയുന്ന കാര്യമുണ്ട്. കുരിശിലെ നമുക്ക് ഒടുങ്ങാനാവാത്തൊരു പ്രതീക്ഷയുണ്ട്, ഒരു ഹോപ്പുണ്ട്. നിങ്ങളെ വലിയ മരങ്ങളൊക്കെ മുറിച്ചിട്ടാലും, കടയുടെ ചേര മുറിച്ചിട്ടാലും അതിൽ വീണ്ടും പൊടിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷയുടെ നാമ്പ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം 3-ാം ദിവസം ഒരു ഉത്ഥാനമുണ്ട്. നമ്മുടെ പരാജയങ്ങളുടെ നടുവില് ഏറ്റവും അവസാനം ഈശോ നമുക്ക് വേണ്ടി വിജയം കാത്തുവെച്ചിട്ടുണ്ടാവും. ശിഷ്യന്മാരെ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഈശോ പറഞ്ഞു, വെള്ളത്തിന്റെ വലത്ത് ഭാഗത്ത് വലയിടാം. ഇതേ അനുഭവം തന്നെ അവർക്ക് മുൻപുണ്ടായിട്ടുണ്ട്. ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് ഈശോയുടെ കുരിശുമരണത്തിന്റെ സമയത്ത് അവർ പഴയ പണിക്ക് പോയി, ഒന്നും കിട്ടിയില്ല, ആകെ നിരാശപ്പെട്ട് വിഷണ്ണനായി ഇരിക്കുന്ന സമയത്ത് ഈശോ പറയാണ്, വെള്ളത്തിന്റെ വലത്ത് ഭാഗത്ത് വലയിട്ടാ മതി. ആ വഞ്ചി നിറയോളം അവർക്ക് മത്സ്യങ്ങൾ കിട്ടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ കുരിശ് ഇത്രയും
മനോഹരമാണെന്നും ഇത്രയും നല്ലതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്തേ കുരിശെടുക്കാൻ പറ്റാത്ത? നമുക്ക് എന്തുകൊണ്ടാ കുരിശെടുക്കാൻ പറ്റാത്ത? ഈ അച്ഛൻ കാര്യമായിട്ട് വലിയ കാര്യം പറയുന്നുണ്ട്, അച്ഛനും കുരിശെടുക്കാൻ പറ്റണ്ട? ദൈവമേ, ഒരു പല്ലുവേദനയോ ഒരു ചെവി വേദനയോ അങ്ങനെ വന്നാൽ ഞാൻ പിള്ളേരെക്കാൾ അക്രമാവും. അത്രയും പ്രശ്നമാണ്. സ്നേഹമുള്ളവരെ, ഈശോ കുരിശെടുക്കണേക്കാൾ മുമ്പ് എന്താ ചെയ്തേ? തലേ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു, ഇല്ലേ? അവരെന്താ ചെയ്തേ? ഇടയ്ക്ക് നമ്മളെ പോലെ കൂർക്കം വലിച്ചു കിടന്നു. അതുകൊണ്ട് അവർക്ക് എന്താ പറ്റിയേ? അവര് ഓടിപ്പോയി. എന്നിട്ട് ഈശോ അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ രക്ഷപ്പെടുന്നത് അറിയാം? നിങ്ങൾ എന്നെയാണ് അന്വേഷിച്ചെങ്കിൽ അവരൊക്കെ പൊക്കോട്ടെ. നിങ്ങൾ എന്നെ അന്വേഷിച്ചിട്ടല്ലേ വന്നത്. ഈശോയെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പടയാളികൾ വന്നപ്പോ ഈശോ പടയാളികളോട് പറയാണ്, നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നെയാണെങ്കിൽ അവരൊക്കെ പൊക്കോട്ടെ. അവരെ കൊണ്ട് അത് കൂട്ടിയേ കൂടില്ല എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. പിന്നീട് അവർ കുരിശെടുക്കുന്ന ഈശോയ്ക്ക് അറിയായിരുന്നു. പിന്നീട് ഈശോയുടെ കുരിശിന്റെ വഴിയിലെ അകലേക്കൂടെ ശിഷ്യന്മാർ നടക്കുന്നുണ്ട്. ചിലര് പുറങ്ങുപ്പായൊക്കെ ഇട്ടിട്ട് അവിടെ നിലത്തിട്ടിട്ട് പോവാണ്. ചിലരെന്താ ചെയ്യണേ? ചിലര് അകലെ ഇങ്ങനെ നടന്നിട്ട് തള്ളി പറഞ്ഞു. തോമാസ് ലീഹൊക്കെ ആ കാര്യത്തിലും എടുക്കണ ഓടി അങ്ങോട്ട് പോയി, ഒന്നും നോക്കിയിട്ടില്ല. ഈശോ എന്നിട്ട് എന്താ ചെയ്തേ? അവരെ വീണ്ടും കുരിശെടുക്കാനായിട്ട് പ്രാപ്തരാക്കി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോ, കുരിശുകൾ ഉണ്ടാകുമ്പോ എന്തുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്? പ്രാർത്ഥിക്കാത്തത് കൊണ്ട്. നമ്മൾ പറയാറുണ്ടല്ലേ, ഈ ചെകുത്താന് എന്ത് കുരിശ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം? ചെകുത്താന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നമ്മൾ പറയും ചെകുത്താന് കുരിശ് കണ്ട പോലെയാണ്. ചെകുത്താന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അത് കാരണമാണ് ഓടിപ്പോണത്. സ്നേഹമുള്ളവരെ, ചിലപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോ, വേദനകൾ ഉണ്ടാകുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ നിന്ന് ഓടിപ്പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥനയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഈ IS ഭീകരരൊക്കെ വരുന്ന സമയത്ത് ഞാനൊരു മനുഷ്യനെ കണ്ടുമുട്ടി. ഒരു ഡീക്കനാണ്. ഇപ്പൊ അവൻ ഫ്രാൻസിലാണ്, എറണാകുളത്താണ് അവന്റെ വീട്. സീറോ മലബാർ സഭാംഗമാണ്. ഇപ്പൊ അവൻ കൽദായ സഭയിൽ ചേർന്നിട്ട് അവിടുത്തെ ഡീക്കനാണ്. അപ്പം ഈ ഭീകരവാദം നടക്കുന്നതിന് മുൻപ് 2014 126 ബ്രദേഴ്സ് ഉണ്ടായിരുന്ന 126 ബ്രദേഴ്സ് ഉണ്ടായിരുന്ന ഇപ്പൊ ആകെ കൂടി 21 പേരുള്ളൂ. അതിൽ 15 പേര് കെടുപ്പാണ്. ഈ ഭീകരവാദികള് ഇവരെ പല രീതിയിൽ പീഡിപ്പിച്ചു, മർദ്ദിച്ചു. ഇവൻ പറയാണ്, ഇവന്റെ ഈ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗത്ത് അര അടി വെച്ചിട്ട് ഡ്രില്ല് വെച്ചിട്ട്, നമുക്ക് ഡ്രില്ലെന്ന് കണ്ടാൽ തന്നെ പ്രശ്നം. എനിക്കിത് അത് കേൾക്കുമ്പോ തന്നെ തലയിൽ ഇങ്ങനെ ധരിച്ചു വരും. ഡ്രില്ല് വെച്ച് അടിച്ചേക്കാണ്. എന്നിട്ടും ഇവർക്ക് എങ്ങനെ പിടിച്ചേക്കാൻ പറ്റിയത്? അവർ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയായിരുന്നു, ഞങ്ങൾക്കറിയായിരുന്നു ഇതൊക്കെ ഉണ്ടാവുന്നു. 15 പേര് കിടപ്പിലാണ്. എന്നിട്ട് അവനിവിടെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ വന്നിട്ടാണ് തുടർ ചികിത്സയൊക്കെ തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഭാഗത്ത് ചെയ്തത്. സ്നേഹമുള്ളവരെ, അപ്പൊ കുരിശുകള്, സഹനങ്ങള്, പ്രശ്നങ്ങള്, വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അവയെ വേണ്ട വിധത്തില് തരണം ചെയ്യാനായിട്ട് നമ്മൾ ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുരിശില്ലാത്ത, ഭാരം ചുമക്കാത്ത ഒരൊറ്റ ആളും ഇല്ല, ഒരൊറ്റ മനുഷ്യരും ഇല്ല. സ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ ഇപ്രകാരം പറയുന്നുണ്ട്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് മേന്മ ഭാവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിനെ പ്രതി അല്ലാതെ മറ്റൊന്നിലും എനിക്ക് മേന്മ ഭാവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവന് പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുക, ഈ ജീവിതം മുഴുവൻ വലിയ ഓട്ടാ. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മറ്റു ലൗകികമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക.
പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഓടുന്നുണ്ട്. ചിലപ്പോ ഈ ഓടി 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 അവസാനം നമുക്ക് മനസ്സിലാവുള്ളൂ കർത്താവിന്റെ അടുത്ത് മാത്രമേ രക്ഷയുള്ളൂ, കർത്താവിന്റെ അടുത്ത് മാത്രമേ രക്ഷയുള്ളൂന്ന്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലെ നിത്യജീവന്റെ കിരീടം എന്നുള്ള ഭാഗമുണ്ട്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുരിശില്ലാതെ കിരീടമില്ലാന്ന്. അവിടെ പറയാണ്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം എനിക്ക് അവൻ സമ്മാനിക്കും. എങ്ങനെയുള്ളവർക്ക്? ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിലെ ഓട്ടം പൂർത്തിയാക്കുന്നവർക്ക്, വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർക്കാണ്. നമ്മൾ എന്തിനാ ഓടണേ? അല്ലാണ്ട് വേറെ എന്തിനാ ഓടണേ? കുരിശ് കാണുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് ഓടിപ്പോവാണ്. MC ബേസിലെ മാത്യൂസ് ബൈപ്പിളി എന്ന് പറഞ്ഞ ഒരു അച്ഛൻ ഒരു പാട്ട് പ്രകാരം എഴുതിയിട്ടുണ്ട്. നോമ്പുകാലത്ത് എഴുതിയിട്ടുള്ള പാട്ടാണ്, കുറച്ച് വർഷങ്ങളായി തോന്നുന്നുണ്ട്. ഒരിടം തരണേ തലചായ് ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. ഈ തല ചായ്ച്ചുറങ്ങാനായിട്ട് അത് കുരിശ് മതി എന്ന് പറയണേ. കുരിശായാലും മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് മാത്രം മതി. സ്നേഹമുള്ളവരെ, ഈ കുരിശിനെ സ്നേഹിക്കാൻ, കുരിശിനെ പ്രണയിക്കാൻ, കുരിശുണ്ടാകുമ്പോൾ ഓടിപ്പോകാതിരിക്കാൻ, കുരിശുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയോടെ സ്വീകരിക്കാൻ, കുരിശുകളെ വേണ്ട വിധത്തിൽ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഉയർപ്പുണ്ടെന്നും സന്തോഷമുണ്ടെന്നും പ്രതീക്ഷയുണ്ടെന്നും സമ്മാനം ഉണ്ടെന്നുള്ള വലിയ ബോധ്യത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയെ എൻ്റെ ജീവിതത്തിലെ, ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ കുടുംബത്തിലെ ഉണ്ടാകുന്ന സഹനങ്ങളിലെ, കുരിശുകളിലെ, വേദനകളിലെ, രോഗങ്ങളിലെ, ആകസ്മികമായി ഉണ്ടാകുന്ന മരണങ്ങളിലെ, പ്രശ്നങ്ങളിലൊക്കെ ഈശോയെ സന്തോഷത്തോടെ അവയെ സ്വീകരിക്കാനായിട്ട്, സന്തോഷത്തോടെ അവയെ സ്വീകരിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.